കിരാത എന്ന സിനിമയുടെ സംവിധായകനും നിർമ്മാതാവാണ് നമ്മളോട് ഉള്ളത്. താങ്ക് യു. സംവിധായകൻ തന്നെ പറഞ്ഞോളൂ, എന്താ കിരാത എന്താണ്? കിരാത എന്ന് പറഞ്ഞ മൂവി നമ്മുടെ നരബലിയുമായി ബന്ധപ്പെട്ട ഒരു തീം എടുത്ത് നമ്മൾ ചെയ്യുന്നൊരു സിനിമയാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആനുകാലിക വിഷയമാണ്. അതിനെ ബേസ് ചെയ്താണ് നമ്മുടെ ഒരു റിയൽ ബേസ്ഡ് സ്റ്റോറിയായിട്ട് കിരാത വന്നത്. ഇപ്പം 23 ജനുവരിയാണ് നമ്മുടെ പടം റിലീസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു, ഇനിയിപ്പോൾ എല്ലാം ഫൈനലായിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഉടനെ നമ്മൾ 23-ന് റിലീസ് വെച്ചിരിക്കുകയാണ്. ഒരു പ്രൊഡ്യൂസർ എന്ന രീതിയിൽ ഈ ഒരു സബ്ജക്റ്റ് എന്തുകൊണ്ട് ഈ ഒരു സബ്ജക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? ഇതിന്റെ സബ്ജക്റ്റ് ആണോ? ഇതിന്റെ പുറകില് ഒരുപാട് കഥകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യം ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്യാനായിട്ടാണ് ഇതിന്റെ വേറൊരു ഫ്രണ്ട് വന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ സമ്മതിച്ചു. പിന്നെ അതങ്ങനെ ഫിനാൻഷ്യലി നമ്മൾ ചീറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെയുള്ളൂ സിനിമ ലോകത്ത്. അങ്ങനെ ഇത് മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇത് സിനിമ ചെയ്തിട്ടില്ല. അതിന്റെ കണ്ടന്റ് വെച്ചിട്ട് നമ്മൾ ഈ ഷോർട്ട് ഫിലിം ആക്കിയിട്ട് കൊണ്ടുവരുമായിരുന്നു. വിദേശത്താണ്? ഞാൻ വിദേശത്താണ്. ഞാൻ ബഹ്റിനിലാണ്. ഫാമിലി ഒക്കെ അവിടെ ബഹ്റിനിലാണ്. ജോലി സൗദിയിലുമുണ്ട്. പിന്നെ ചെറിയ സ്ഥാപനം അവിടെ ബഹ്റിനിലുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നോക്കി നടക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു താല്പര്യം വന്നു. ഞാൻ പറഞ്ഞു ആദ്യം ചീറ്റിങ്ങിലൂടെയാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുന്നത് ഈ സിനിമാ ലോകത്തേക്ക്. അതൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ആദ്യം ഇറങ്ങി പറ്റിക്കപ്പെട്ടു. അതെ. അപ്പോൾ അതൊരു പാഠമായി എടുത്തു. പിന്നെ അതൊരു ചാലഞ്ചായി. ഏതായാലും ഇറങ്ങി നമ്മൾ അപ്പോൾ കുളിച്ച് കയറാന്ന് പറയുമല്ലോ. അതെ. അല്ല, അതൊരു ഒരുപാട് പണം നഷ്ടപ്പെട്ടു. കുറച്ച് പണം പോയി അതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് ഈ കഥ എന്ന് പറഞ്ഞാൽ ഇത് എന്താ പറയുക, നടന്നൊരു സംഭവമാണല്ലോ. അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ട് നമുക്ക് പിന്നെ എല്ലാം പുതുമുഖങ്ങളാണ്. ഇപ്പോൾ ഈ കണ്ട നമ്മുടെ ഡയറക്ടർ റോഷനാണെങ്കിലും കോ ഡയറക്ടർ എല്ലാ ടെക്നിക്കൽ ആളുകളും ഒക്കെ പുതുമുഖങ്ങളാണ്. പിന്നെ കുറച്ചൊരു മിഡിൽ റേഞ്ചിലുള്ള ആൾക്കാരാണ് നമ്മുടെ നീന കുറുപ്പ്, പിന്നെ ഗോപകുമാർ സാറ്, പിന്നെ ഡോക്ടർ രജിത്, പിന്നെ നമ്മുടെ ദിനേശ് പണിക്കർ, അരിസ്റ്റോ, വൈഗ റോസ്, ചെമ്പിൽ അശോകൻ, അരിസ്റ്റോ സുരേഷ്, ഇങ്ങനെ കുറച്ച് പേര് മിഡിൽ റേഞ്ചിലുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു മിക്സായിട്ട് നമ്മൾ കൊണ്ടുവരണം. പക്ഷെ നമ്മുടെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ 3 യുവാക്കളും 3 യുവതികളും അവരുടെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ നമുക്കതിനെ പിന്നെ ആരെയും ഒരു നായകനോ നായികയായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിനിമ കൂടിയാണ്. 6 പേരെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മുടെ സിനിമ ലോകത്തേക്ക്. അപ്പോൾ അത് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ ഇപ്പോൾ ഒരു വൻ ബഡ്ജറ്റായി മാറിയത്. എല്ലാ സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭയങ്കര ത്രില്ലിംഗ് ആണ്, ആകാംക്ഷഭരിതമാണ്. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ തന്നെ ഇൻ ദ ഡ്രെഡ് ഓഫ് നൈറ്റ്. അതായത് രാത്രി നമുക്ക് എന്തൊരു ഭീതി ജനിപ്പിക്കുന്ന ഒരു ഇതാണ് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ്റെ മീനിങ്. പിന്നെ കിരാത, ഒരുപാട് നമ്മൾ കിരാതന്മാർ നാട്ടിലുണ്ടല്ലോ, ഹൈഡ് ആൻഡ് സീക്ക്, അവരൊന്നും വെളിയിൽ വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റാണ്. സിനിമ കാണാൻ ഞങ്ങൾ കഥ ഇപ്പോൾ പറഞ്ഞ് ശരിയാവില്ല. അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. നല്ലൊരു സബ്ജക്റ്റ് ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണ്. കാരണം യുവാക്കൾ അവർ ഒരു തമാശ രൂപത്തിലാണ് ഓരോ യാത്രകളൊക്കെ പോകുന്നത്. അപ്പോൾ അവർ ചെന്ന് വിടുന്ന പിന്നെ ആപത്തുകൾ. ഇപ്പോൾ നമ്മൾ ചില പിള്ളേരുണ്ട്, എടാ നമുക്ക് ഇവിടേക്ക് പോവാം, ട്രിപ്പ് പോവാം, പോയിട്ട് പിന്നെ വീട്ടിലൊന്നും പറയില്ല. കാണാതാകുമ്പോഴാണ് പേരൻസ് ഇതാകുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു നല്ലൊരു പാഠം കൂടിയാണ് ഇതിനകത്ത്. പേരൻസ് ശ്രദ്ധിക്കണം, യുവതികൾ ശ്രദ്ധിക്കണം. നമ്മൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു രക്ഷയുണ്ട്. അതിനകത്ത് ചെന്ന് ഇങ്ങനെയുള്ള ഇതിൽ ചെന്ന് പെടരുത്. ഇവരൊക്കെ ആകസ്മികമായിട്ട് ഇതിനകത്ത് പെടുകയാണ്. നല്ലൊരു കഥാന്തമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിത് സെലക്ട് ചെയ്തെടുത്തത് കഥയും തന്നെ. പിന്നെ എല്ലാം കൊണ്ടും നന്നായിട്ട് തീർന്നു പടം. ഞങ്ങൾ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ സജഷൻസ് പറഞ്ഞു, ഇത് ശരിയല്ല, നിങ്ങൾ മാറ്റി കൊണ്ടുവരണം. അപ്പോൾ അതൊക്കെ നമ്മളനുസരിച്ച് സമൂഹത്തിന് വേണ്ടുന്ന രീതിയിൽ നമ്മളിപ്പോൾ ഇറക്കുവാണ്. അപ്പോൾ ഇനി ജനം തീരുമാനിക്കട്ടെ, എല്ലാവരും വന്ന് കാണട്ടെ, എന്നിട്ട് ബാക്കിയുള്ള അവർ തീരുമാനിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടെ ഡയറക്ടർ റോഷൻ എന്ന് പറഞ്ഞാൽ രാവും പകലും ഇതിനു വേണ്ടി മെനക്കെട്ട ഒരു വ്യക്തിയാണ്. പുള്ളിക്ക് ഉറക്കമില്ല, ഊണില്ല. കാരണം ഇത് ഒരുപാട് വർക്കുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടകം തട്ടിക്കൂട്ടുന്ന പോലെയല്ല. സിനിമയിൽ ഒരുപാട് പിൻപുറ വർക്കുകളുണ്ട്. അതെല്ലാം പുള്ളി ഒറ്റയ്ക്ക്. എഡിറ്റിങ്, സംവിധാനം, പിന്നെ എന്താണ് ബാക്കി സ്ക്രിപ്റ്റ് എല്ലാം. അപ്പോൾ പിന്നെ നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ
പുള്ളി ആ ക്യാമറയുടെ പൊസിഷൻ ഇങ്ങനെയല്ല അങ്ങനെയല്ല, അതൊക്കെ എക്സ്പീരിയൻസ്ഡ് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഗോപകുമാർ സാറ് പറഞ്ഞു, പുള്ളിയുടെ ആക്ഷനും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ലോഹിദാസോ അങ്ങനെ മറ്റുള്ള സംവിധായകരുടെ അതേ ക്വാളിറ്റിയാണ് പുള്ളി. അദ്ദേഹം ഒരുപാട് പിള്ളേരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതെ. അപ്പം അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയെന്നാണ് പറയണത്. ഇവരുടെയൊക്കെയും അതുപോലെ ഈ പിന്നെ ലാസ്റ്റ് സീനിൽ പുള്ളി കൊണ്ടുവന്നത്. കാരണം ഞാനും പുള്ളിയായിട്ടുള്ള ബഹ്റിനിൽ വന്നപ്പോൾ ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്യണ്ടായി. അപ്പോൾ അതിൻ്റെ പ്രൊമോഷനായിട്ടാണ് സാറിനെ കൊണ്ടുവന്നത്, ഗോകുമാർ സാറിനെ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടെ വെച്ച് പരിചയമായി. നല്ല വെച്ചാൽ ഒരു എന്താ പറയുക, മെൻ്റലി ഞങ്ങൾ അടുത്തുപോയി. പിന്നെ അദ്ദേഹത്തിനെ കൊണ്ട് ഞങ്ങൾ ഷോർട്ട് ഫിലിം ചെയ്യിച്ചു. ഒരു വിത്തിൻ 14 hours ചെയ്തത്. അപ്പോൾ അതിൽ അച്ഛൻ മാഷ് എന്നാണ് എൻ്റെ പേര്. അത് ഫുൾ ടൈം ഗോകുമാർ സാറാണ് അതിൽ ഹീറോ. അപ്പോൾ അതിൽ കൂടെ എനിക്കൊരു അഭിനയിക്കാൻ കൂടെ ഒരു ചാൻസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ വളരെ അടുത്ത് പോയി. പിന്നെ അപ്പോൾ എനിക്ക് തോന്നി സാറിനെ ഉൾപ്പെടുത്തണമല്ലോ. സാറും വന്ന് ദിനേശ് പണിക്കർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രണ്ടുപേരെയും ഉൾപ്പെടുത്തി. ക്ലൈമാക്സ് ഇത് മാറ്റി പിടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നല്ലോ. അപ്പോൾ അതിനകത്ത് ഇവരൊക്കെ വെക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരൊക്കെ ഉൾപ്പെടുത്തി. ഇവരൊക്കെ സന്തോഷപൂർവ്വം ഒന്നും ഒരു ഡിമാൻഡും ഇല്ലാതെ തിരുവനന്തപുരത്ത് നിന്നൊക്കെ വന്ന് കൊച്ചിയിൽ അതെ അവർക്ക് വന്നിട്ട് ഡേയ്സും അഭിനയിക്കാനുള്ള ഇതും കുറവായിരുന്നു. അതുകൊണ്ട് അവരൊക്കെ നന്നായി ചെയ്തു. ഇപ്പൊ ഈ ഒരു സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കൽ ഇപ്പൊ ഇതിലെ അനാചാരങ്ങൾക്കെതിരെ ഇപ്പൊ നരബലിയാണ് ആ ഒരു, നമ്മൾ അതിന് കഥയിലേക്ക് പോകുന്നില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണല്ലോ. അപ്പൊ ഇത് തിരഞ്ഞെടുക്കാൻ കാരണം നമ്മുടെ നാടിന്റെ തൊട്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെ നടന്ന സംഭവം. അപ്പം അവിടെ ഒരു 20 കിലോമീറ്റർ അപ്പുറം എവിടെയാണ്? പത്തനംതിട്ട. എന്റെ വീട് കോന്നി, അവിടെ നിന്ന് 20 കിലോമീറ്റർ ഇലന്തൂര്. അവിടെ നടന്ന ആ സംഭവത്തിനെ ബേസ് ചെയ്തിട്ട്. അപ്പം നമ്മുടെ നാട്ടിൽ നടന്ന സംഭവം എന്നാ പിന്നെ എടുക്കാൻ എളുപ്പമായി. കാര്യങ്ങൾ അതുപോലെ ക്രൂവൽറ്റി ആയിരുന്നല്ലോ ആ സംഭവം, സിനിമയുടെ അവിടെ നടന്നത്. അപ്പം അതിനെ വെച്ച് ഞങ്ങൾ ഇന്നൊരു ഷോർട്ട് ഫിലിമിന്റെ പോകാം എന്നുള്ള പ്ലാനിൽ വന്നപ്പോഴാണ് പിന്നെ സിറ്റുവേഷൻ മാറി. പിന്നെ ഇതിപ്പോ സിനിമയിലോട്ട് ഫസ്റ്റ് മൂവിയാണോ? ഫസ്റ്റ് മൂവിയാണ്. ഓക്കെ. അപ്പൊ ഇത് എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട്? ഷോർട്ട് ഫിലിംസ് ഒക്കെയാണോ? ഞാനൊരു എഡിറ്ററാണ് ബേസിക്കലി, പിന്നെ ഫോട്ടോഗ്രാഫറാണ്. അപ്പൊ എനിക്ക് പണ്ട് മുതലേ സിനിമ എല്ലാവരുടെ ഒരു സ്വപ്നമാണല്ലോ സിനിമ. അത് യാഥാർത്ഥ്യം സംഭവിച്ചു പോകുന്നതാണ്. ഇത് അങ്ങനെ സംഭവിച്ചല്ല. സ്ക്രിപ്റ്റ് കുറേ ദിവസം നാളെ എഴുതി വെച്ചത്, നല്ല ഷോർട്ട് ഫിലിം ചെയ്യാന്നുള്ള രീതി വന്നതാണ് മറ്റേ പുള്ളി വന്നതും ആ രീതി വന്നതും. പിന്നെ എന്തോ ഭാഗ്യം കൊണ്ടത് സാറുമായിട്ട് ബന്ധപ്പെട്ട സിനിമയായി മാറി. മനസ്സിൽ ഉദ്ദേശിച്ച പോലെ തന്നെ ചെയ്യാൻ പറ്റില്ല. ഒരാള് ഇതിനകത്ത് മിസ്യൂസ് ചെയ്തായിരുന്നു നമ്മുടെ സിറ്റുവേഷൻ പടം. അത് അയാൾ വഴി എനിക്കത് ഒരുപാട് നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. സിറ്റുവേഷൻ ക്യാമറ ആയാലും ടെക്നിക്കലായാലും. പിന്നെ സാറ് വന്നത് പിന്നെയാണ് അത് നല്ല രീതിയിൽ നമ്മൾ കുറച്ച് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയത്. അത് ഭയങ്കര ഒരു സംഭവം. സാറ് അന്ന് ഒരു കമ്പനി തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇതുള്ള സിനിമയ്ക്ക് വേണ്ടി എടത്തൊടി ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഒറ്റപ്പാലം. അതൊക്കെ ഒരു അത്ര വലിയൊരു മനസ്സ് ഉള്ളവർക്ക് അതൊക്കെ സാധിക്കാകത്തുള്ളൂ. പിന്നെ അവരുടെ മനസ്സുകൊണ്ടാണ് ഇതിപ്പോൾ സിനിമ തിയേറ്ററിലെത്തിയത്. തിയേറ്ററിൽ എത്തിക്കുക എന്നാണല്ലോ ഒരു സിനിമയുടെ ലക്ഷ്യം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ യൂട്യൂബിൽ ഇടാനാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള ചെറിയ ഇതിലിടാനാണെങ്കിൽ പിന്നെ അത് സിനിമയെന്ന് പറയത്തില്ലല്ലോ. അതിപ്പോൾ 2 മണിക്കൂർ ചെയ്താലും 5 മണിക്കൂർ ചെയ്താലും ഷോർട്ട് ഫിലിമിൻ്റെ നിലവാരത്തിലേ ഉള്ളൂ. പിന്നെ അത് തിയേറ്ററിൽ എത്തിച്ച് ജനങ്ങളുടെ അംഗീകാരം കിട്ടുക എന്ന് പറയുമ്പോൾ അത് ഇച്ചിരി വലിയ സ്ട്രെയിനാണ്. അതൊരു വലിയ പണിയാണ്. ഇപ്പോൾ എത്രയോ പടങ്ങൾ വെളിയിറങ്ങാതെ എത്രയോ സിനിമകൾ വെളിയിലുണ്ടെന്ന്. ഇതിൽ അഭിനയിച്ച പലരുടെയും സിനിമകൾ, ഇപ്പോൾ ഈ വൈകാ റോസിൻ്റെയൊക്കെ സിനിമകൾ ഒത്തിരി പടങ്ങൾ വെളിയിറങ്ങാനുണ്ട്. അപ്പോൾ അത് ഇറക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു മനോധൈര്യം തന്നെ. അതിന് സാറ് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും നന്ദിപൂർവ്വം നമ്മളത് ഓർക്കുക. ജനുവരി 23-നാണ്. അപ്പോൾ ഓഡിയൻസിനോട് എന്താണ് സാർ, ആദ്യത്തെ പ്രൊഡക്ഷനാണ്? അതെ. ഇതില് ഈ കിരാത അല്ലെങ്കിൽ ഇൻ ദ ഡെഡ് ഓഫ് നൈറ്റ് എന്ന് പറഞ്ഞ ഒരു എന്തൊക്കെ നിഗൂഢതകൾ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ നമ്മളൊരു സിനിമയാക്കുമ്പോൾ അതിനകത്തൊരു പൊതുജനങ്ങൾക്കൊരു എന്താ പറയേണ്ട ഒരു ഗുണപാഠം ഉൾക്കൊള്ളിച്ചാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എന്താണ് ആ ഗുണപാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേരൻസ് ശ്രദ്ധിക്കണം, പിള്ളേർ യങ്സ്റ്റേഴ്സ് ശ്രദ്ധിക്കണം, സമൂഹം ശ്രദ്ധിക്കണം. ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിനെ ശക്തിയുക്തം എതിർക്കുകയാണ് ഈ പ്രമേയം. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സിനിമ ഉണ്ടാക്കിയതും. അപ്പോൾ അത് ഒരു പ്രമേയം ഇതിനകത്ത് ഉൾക്കൊള്ളുന്നു. വളരെ ഹാർഡായിട്ടുള്ള ഒരു പ്രമേയമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ സിനിമ കണ്ടതിനെ തീരുമാനിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ ജനങ്ങൾ എല്ലാവരും കാണുക. സിനിമാ പ്രേമികളോട് ഒരു അഭ്യർത്ഥന, ഇത് ഞങ്ങളുടെ ട്രെയിലർ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ട്രെയിലർ കാണുക. ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ആ സിനിമയെ പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടും. പിന്നെ നിങ്ങൾ തിയേറ്ററിൽ പോയി ആ പടം കാണുക. പ്രധാനപ്പെട്ട എല്ലാ തിയേറ്ററുകളിലും എല്ലാ ജില്ലയിലും ഉണ്ടാവും. ലിസ്റ്റ് വരുന്നതേ ഉള്ളൂ. ട്രെയിലർ യൂട്യൂബിലുണ്ടല്ലോ അല്ലേ? ട്രെയിലർ ഉണ്ട്. ദയവായിട്ട് എല്ലാവരും ട്രെയിലർ കൂടെ കാണാം. അതെങ്ങനെ കിട്ടും? കിരാത അടിച്ചാൽ കിട്ടുമോ? അപ്പൊ അത് കണ്ടിട്ട് തീരുമാനിക്കട്ടെ. പിന്നെ സിനിമ എല്ലാവരും വന്ന് കാണണം. ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഒരു ആകാംക്ഷ വരും. അത് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.